ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. നല്ല എരിവും പുളിയുമൊക്കെയുള്ള ഈ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഞാനിവിടെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില എടുത്തിട്ടുണ്ട്. 3 കുടംപുള്ളിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 കിലോ നെയ്മീൻ കൂടി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 നുള്ളു ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. പകുതി സവാളയാണ് ഞാനിവിടെ ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാവും ഏറ്റവും നല്ലത്. 6 ചെറിയ ഉള്ളി ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഇപ്പോൾ ചേർത്തത്. 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു മീൻകറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് പൊടിവകകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഞാൻ അടുത്തതായി ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ വരുത്താം. പിന്നെ നന്നായിട്ട് ഈ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഏറ്റവും കുറഞ്ഞ തീയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാനിവിടെ ഈ കുടംപുള്ളി ഇട്ട് വെച്ചിരുന്ന വെള്ളമാണ് ഒരല്പം ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിയും വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുടംപുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ 3 പീസ് കുടംപുള്ളിയാണ് ചേർത്തത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന നെയ്മീനാണ് ചേർക്കുന്നത്. 1/2 കിലോ നെയ്മീനാണ് ഞാനിവിടെ എടുത്തത്. പിന്നെ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതിൽ ഇട്ട ശേഷം ഞാൻ സ്പൂൺ കൊണ്ട് ഇത് ചാറിലേക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഈ സമയത്ത് സ്പൂൺ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇനി ഇതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കരുത്. മീൻ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ആ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും കൂടിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. മീൻ നന്നായിട്ടിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുകയാണ്. ഇനി ഞാനിത് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ കോട്ടയം സ്റ്റൈൽ
ഫിഷ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെ പറ്റിയൊരു കോമ്പിനേഷനാണ്. മീൻകറിയൊക്കെ ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിലും നല്ല ടേസ്റ്റായിരിക്കും. അത് കുറച്ചധികം സമയം അടച്ചു വെച്ച ശേഷം പിന്നീട് ഉപയോഗിക്കുമ്പോൾ. ഇതിപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഉള്ള മീൻകറിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗ്രേവിയൊക്കെ ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്